അപ്പോൾ പിതാവ് അവനോട് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായം 31-ാം വാക്യം. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വചനഭാഗമാണ് ധൂർത്തപുത്രന്റെ ഉപമ. അവിടെ മൂത്ത മകൻ അപ്പനോട് പറയുന്നുണ്ട്, വർഷങ്ങളായിട്ട് ഞാൻ നിനക്ക് അടിമവേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് നീ ഒരു ആട്ടിൻകുട്ടിയെ പോലും തന്നില്ല. അവിടെ അതിന് പ്രത്യുത്തരമായിട്ടാണ് അപ്പം പറഞ്ഞത്, ഈ വീട് നിന്റേതാണ്, എനിക്കുള്ളതെല്ലാം നിന്റേതായിരുന്നു എന്ന്. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ സ്വന്തം വീട്ടിൽ അടിമയെ പോലെ, അപരിചിതനെ പോലെ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ആ ബോധ്യം നഷ്ടപ്പെട്ട് നമ്മൾ അടിമകളായിത്തീരുന്ന അതിന് കാരണം ഒന്നാണ്, നമ്മൾ പാപ സാഹചര്യങ്ങൾക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നു. പലതിനും നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്ന ആ ഒരു സ്ഥാനം ഉപേക്ഷിച്ച് ലോകത്തിൻ്റെതായി മാറുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മൂത്ത മകന്റെ ആറ്റിറ്റ്യൂഡ് നമുക്കുള്ളത്, നമ്മൾ ദാസ്യവേല ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുക എന്ന രീതിയിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അവസ്ഥ. അതുകൊണ്ട് ഈ 15 നോമ്പിൽ നമുക്കൊരു ഈ ഒരു ഉറപ്പുണ്ടാകട്ടെ, ഞാൻ മകനാണ്, മകളാണ്. ഈ ഒരു ബോധ്യത്തിൽ ജീവിക്കുവാനും ആ ബോധ്യത്തിൽ വളരുവാനും മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിക്കട്ടെ. അതിന് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഓർത്തിരിക്കുക, നമ്മൾ മക്കളാണ്, അടിമയല്ല. അവന്റെ എല്ലാം നമുക്ക് സ്വന്തമാണ്, നമ്മൾ അവകാശികളാണ്. ആമേൻ.